പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും അതിർത്തിയായ വാഗ അത്താരി പ്രദേശത്ത് വൈകുന്നേരത്തെ റിട്രീറ്റ് സെറമണി കാണാനിരിക്കുന്ന ജനസഹസ്രങ്ങൾ. അവർക്കിടയിൽ നിന്ന് എല്ലാ ദിവസവും ഈ അതിർത്തിയിൽ നടക്കുന്ന സവിശേഷ ചടങ്ങ് ക്യാമറയിലാക്കാനിരിക്കുകയാണ് ഞാൻ. ഗേറ്റിന് തൊട്ടടുത്തുള്ള VIP ഗാലറിയിലാണ് എനിക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് ഗാലറിയിൽ. കാഴ്ചക്കാരായി എത്തിയിരിക്കുന്നവരെ കൊണ്ട് ദേശഭക്തി മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കാൻ പ്രത്യേക ആളുകൾ തന്നെയുണ്ട്. മുദ്രാവാക്യം വിളി മാത്രമല്ല, അതിർത്തിക്കപ്പുറത്തേക്ക് ആരവം മുഴക്കാൻ വരെ കാണികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഗാലറിയിൽ വിദേശികളായ കുറെ പേരെ കാണാം. അവർക്ക് ഇവിടുത്തെ ചടങ്ങൊരു കൗതുകം. BSF ഭടന്മാർ പ്രത്യേക വേഷത്തോടെ ഇടയ്ക്കിടെ അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട്. അവർ കാൽ ഉയർത്തിച്ചവിട്ടി ചില കസർത്തുകളൊക്കെ നടത്തുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തും ഇതുപോലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്കത് കാണാനും ഷൂട്ട് ചെയ്യാനും കഴിയുന്നില്ല. ഇന്ത്യക്കാരുടെ പ്രകടനം മാത്രം കാണാം. ഈ കസർത്തുകൾ തെല്ലൊരു പ്രകോപനപരമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ള ശൗര്യപ്രകടനവും വെല്ലുവിളിയും എന്ന ചോദ്യത്തിന് ഇത് വെറും ഒരു പ്രദർശനം മാത്രമാണെന്നേ ഉത്തരമുള്ളൂ. 20ഓളം വരുന്ന BSF ഭടന്മാരാണ് ഈ കസർത്തുകളൊക്കെ നടത്തുന്നത്. അതിർത്തിയിൽ രാവിലെ ഉയർത്തുന്ന 2 രാജ്യങ്ങളുടെയും പതാക താഴ്ത്തൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത്. അതിന് മുന്നോടിയായാണ് നിലം കുലുക്കിയുള്ള നടത്തവും പാദം തലയ്ക്ക് മീതെ വരെ ഉയർത്തിയുള്ള ചവിട്ടും മുഷ്ടി ചുരുട്ടലും മീശ പിരിക്കലുമൊക്കെ. ഇന്ത്യ പാക് അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ബോർഡർ സെറമണി എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത്. 1959 മുതൽ ഇവിടെ നടക്കുന്ന പരിപാടിയാണിത്. പെട്ടെന്ന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഗേറ്റുകൾ ഇരുഭാഗത്തേക്കും തുറന്നു. ഗേറ്റുകൾക്കിടയിലുള്ള നോമാൻസ് ലാൻഡിലേക്ക് ഇരു രാജ്യങ്ങളുടെയും പട്ടാളക്കാർ കയറി നിന്നു കഴിഞ്ഞു. ഗേറ്റുകൾ തുറന്നതോടെ ഇരുഭാഗത്തുനിന്നും മുദ്രാവാക്യം വിളികൾ ഉച്ചസ്ഥായിയിലായി. ഇപ്പുറത്തുനിന്ന് ഇന്ത്യൻ മുദ്രാവാക്യങ്ങൾ, മറുഭാഗത്തുനിന്ന് പാകിസ്ഥാൻ ജിന്ദാബാദ് വിളികളും ഖുർആൻ സൂക്തങ്ങളും. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭടന്മാർ ഇപ്പോൾ മുഖാമുഖം നിൽക്കുകയാണ്. ശരിക്കും ബ്രിട്ടീഷ് സൈന്യത്തിൽ നടക്കുന്ന റിട്രീറ്റ് സെറമണിയുടെ മാതൃകയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീണ്ടും തോക്കേന്ത്യ ഭടന്മാർ വരുന്നു. നേരത്തെ കാണിച്ചതുപോലെ തങ്ങളുടെ ശൗര്യവും കരുത്തും മുഴുവൻ ഗേറ്റിനരികെ നിന്ന് പ്രദർശിപ്പിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡിലാണ് ഈ അതിർത്തിയും ഗേറ്റും. 1959 ഈ ചടങ്ങ് തുടങ്ങിയ കാലത്ത് ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഏക പാതയും ഇതായിരുന്നു. അതിനാൽ ഇവിടുത്തെ പതാക താഴ്ത്തൽ ചടങ്ങിന് അന്നു മുതൽ തന്നെ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെട്ടത്. ഇനി പതാക താഴ്ത്താൻ തുടങ്ങുകയാണ്. ഗേറ്റുകൾക്കിടയിൽ പതാകയുടെ ചരട് അഴിക്കുകയാണ് ഒരാൾ. വളരെ വേഗത്തിലാണ് ഇതെല്ലാം. അതിർത്തിയിൽ 2 ഭാഗത്തും വെറുമൊരു അഭിനയ പ്രകടനമാണെങ്കിലും ചില നേരങ്ങളിലെങ്കിലും ഈ പരിപാടിക്ക് വൈകാരിക മാനം വന്നിട്ടുണ്ട്. കാർഗിൽ യുദ്ധസമയത്ത് ഈ ചടങ്ങിനിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇരുഭാഗത്തെയും മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അന്ന് ഇരുഭാഗത്തെയും കാണികൾ തമ്മിൽ പ്രകോപനപരമായ ആക്രോശങ്ങൾ ഇവിടെ പതിവായിരുന്നു താനും. ഇടയ്ക്കിടെ ഭടന്മാർ 2 പേരായും വരുന്നുണ്ട്. അവരും ഗേറ്റിന് മുന്നിൽ നിന്ന് മറുഭാഗത്തേക്ക് നോക്കി മുഷ്ടി ചുരുട്ടുകയും കണ്ണുരുട്ടുകയും ഒക്കെ ചെയ്യുന്നു. മറുഭാഗത്തുള്ളവർ ഇപ്പുറത്തുള്ളവർക്ക് നേരെയും ഇതേ പ്രയോഗങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നതാണ് രസകരമായ കാര്യം. പതാകകൾ താഴ്ത്താൻ തുടങ്ങുകയാണ്. ഇതൊരു ആചാരപരമായ പരിപാടി മാത്രമാക്കാൻ ഇടയ്ക്കിടെ ഇരുഭാഗത്തും ആലോചനകളൊക്കെ നടക്കാറുണ്ട്. 2010 ഒക്ടോബറിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിലെ മേജർ ജനറൽ യാക്കൂബ് അലി ഖാൻ പതാക താഴ്ത്തൽ ചടങ്ങിലെ പ്രകോപനപരമായ മുദ്രകൾ ഒഴിവാക്കാൻ തന്റെ സൈനികർക്ക് നിർദ്ദേശം നൽകിയത് വലിയ വാർത്തയായിരുന്നു. പതാകകൾ താഴുകയാണ്. വളരെ സാവധാനമാണ് അത് താഴ്ത്തുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് കൃത്യം 6-നാണ് ചടങ്ങുകൾ തുടങ്ങുക. 6:30 അവസാനിക്കുകയും ചെയ്യും. താഴെ എത്തിയ ഉടനെ പതാക മടക്കി ഒരു ഭടനെ ഏൽപ്പിക്കുന്നു. അയാൾ വളരെ ആദരപൂർവം അത് മറ്റ് 4 പട്ടാളക്കാരുടെ അകമ്പടിയോടെ കൊണ്ടുപോകുന്നു.
പ്രധാന ചടങ്ങ് അവസാനിക്കുന്നത് പതാക വഹിച്ചുള്ള ഈ പരേഡോടെയാണ്. അപ്പോഴും ഗേറ്റുകൾക്കിടയിൽ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി രക്ഷാഭടന്മാർ മുഖാമുഖം നിൽക്കുകയാണ്. ഇവിടെ ചെറുപ്പക്കാരായ 2 ഭടന്മാർ കാത്തുനിൽപ്പുണ്ട്. നിർദ്ദേശം ലഭിച്ചതോടെ അവർ ഗേറ്റിനരികിലേക്ക് മാർച്ച് ചെയ്യുന്നു. പിന്നെയും തുറന്നിട്ട ഗേറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് മുൻപ് പലതവണ ചെയ്തതുപോലെ മുഷ്ടി ചുരുട്ടുകയും ആക്രോശിക്കുകയുമൊക്കെയാണ് അവർ. ലോകത്ത് 2 രാജ്യങ്ങളുടെ അതിർത്തിയിൽ ആ രാജ്യങ്ങളിലെ സുരക്ഷാഭടന്മാർ എന്നും മുഖാമുഖം വരുന്ന അപൂർവം പരേഡുകളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ബോർഡർ സെറമണിയാണിതെന്ന് ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നു. ശ്രദ്ധയോടെ നൃത്തസംവിധാനം ചെയ്യപ്പെട്ട ഒരു അവജ്ഞാപ്രകടനമെന്നാണ് ഒരിക്കൽ ന്യൂയോർക്ക് ടൈംസ് ഇതിനെ വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ ഭാഗത്തെ ഗേറ്റ് അടഞ്ഞു. താമസിയാതെ ത്രിവർണ്ണ ചായം പൂശിയ ഇന്ത്യൻ കവാടവും അടയുകയാണ്. അതോടെ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. ഗേറ്റ് പൂട്ടിയ ഭടൻ മേലുദ്യോഗസ്ഥനെ സല്യൂട്ട് ചെയ്ത് മടങ്ങുന്നതോടെ ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി അവസാനിച്ചു കഴിഞ്ഞു. പതാക താഴ്ത്തലിന് സാക്ഷ്യം വഹിച്ച ജനസഹസ്രങ്ങൾ മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി കാണാനെത്തുന്നതുപോലെ അത്ര തന്നെ ജനം ഓരോ ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകൾ. ഇതിൽ വിനോദസഞ്ചാരികൾ മുതൽ വിമുക്ത ഭടന്മാരുടെയും വീരചരമം പ്രാപിച്ച പട്ടാളക്കാരുടെയും കുടുംബാംഗങ്ങൾ വരെയുണ്ട്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ആൾക്കൂട്ടത്തിനൊപ്പം ഞാനും അതിർത്തിയിൽ നിന്ന് മടങ്ങുകയാണ്. പുറത്തേക്കിറങ്ങുമ്പോഴാണ് ജനബാഹുല്യം ശരിക്കും വ്യക്തമാകുന്നത്. ഒരു കോണിൽ നിന്ന് നോക്കുമ്പോൾ ഗാലറിയുടെ നീളവും ഉയരവുമൊന്നും അത്ര വ്യക്തമല്ല. ഓരോ ദിവസവും ഇന്ത്യയുടെ ഭാഗത്തു മാത്രമായി 20,000-ലേറെ ആളുകൾ റിട്രീറ്റ് സെറമണി കാണാൻ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. VIP-കൾക്കായുള്ള പാതയിലൂടെ പുറത്തേക്ക് നടക്കുമ്പോൾ ഗാലറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ജനസഞ്ചയത്തെ കാണാം. തന്ത്രപ്രധാനമായ ഒരു അതിർത്തി എന്ന നിലയിൽ BSF അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരു പ്രദേശമാണിത്. അല്പം മുൻപ് അതിർത്തി ഗേറ്റിനടുത്തിരുന്ന് ഞാൻ കണ്ട മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ച വലിയ കമാനമാണ് പിന്നിൽ. ഗാലറിയിൽ നിന്നിറങ്ങുന്ന ജനം ആ സ്വാഗത കമാനത്തിന് ചുവട്ടിലൂടെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കൂടുതലും ടൂറിസ്റ്റുകൾ തന്നെയാണ്. വികാരനിർഭരമായ ഒട്ടേറെ സംഭവങ്ങളുടെ വേദി കൂടിയാണ് ഈ അതിർത്തി പ്രദേശം. ഇന്ത്യയിൽ ദശകങ്ങൾക്ക് മുൻപ് വന്നുപെടുകയും ഇവിടെ കുടുംബജീവിതം നയിച്ചു വരികയും ഒക്കെ ചെയ്തിരുന്ന ഇന്ത്യ പരദേശികളായി ഗണിച്ച പാക് പൗരന്മാരെ പാകിസ്ഥാനിലേക്ക് തിരികെ കടത്തിവിട്ടത് ഈ അതിർത്തിയിലൂടെയാണ്. പരസ്പരം ആക്രോശിച്ചുകൊണ്ടുള്ള പരേഡ് എല്ലാ ദിവസവും നടക്കുമെങ്കിലും ഈ അതിർത്തിയിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി സംരക്ഷണ വിഭാഗങ്ങൾ വലിയ സൗഹൃദത്തിലാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ്. റിട്രീറ്റ് സെറമണി കണ്ട ആളുകൾ അവിടം വരെ നടക്കണം. ധാരാളം വിദേശികളും കാഴ്ചക്കാരായി എത്തിയിട്ടുണ്ട്. മണൽ ചാക്കുകൾ അടുക്കിയ BSF ബങ്കറുകൾ ഇടയ്ക്കിടെ കാണാം. 2012-ൽ തുറന്ന ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന്റെ ഭാഗമായ പാർക്കിംഗ് ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ പാതയോരത്ത് സുവർണക്ഷേത്രത്തിന്റെ ഒരു മാതൃക ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. സിഖുകാർ അതിനെയൊന്ന് വണങ്ങി പ്രാർത്ഥിച്ചാണ് പോവുക. അതിനടുത്തു തന്നെ ഒരു ഹിന്ദു ക്ഷേത്രവുമുണ്ട്. അതിർത്തി കടന്നാലുള്ള ആദ്യ ഹിന്ദു ക്ഷേത്രം ഇതാണ്. റമദ ഹോട്ടലിന്റെ കാറുമായി സഞ്ജീവ് കുമാർ ഇവിടെയുണ്ട്. കാറിൽ കയറി അമൃത്സറിലേക്കുള്ള മടക്കയാത്ര തുടങ്ങി. പാതയുടെ 2 ഭാഗത്തും ധാരാളം ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളുമൊക്കെ നിരന്നു കിടക്കുന്നു.
ഗ്രാൻഡ് ട്രങ്ക് റോഡിലൂടെയാണ് യാത്ര. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാതയാണിത്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മുതൽ ഡൽഹി വരെ നീണ്ടുകിടക്കുന്ന റോഡ്. എങ്കിലും ലാഹോറിനും ഡൽഹിക്കുമിടയിലെ പാതയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. സ്വാതന്ത്ര്യ സമരകാലത്തും ഇന്ത്യ വിഭജനകാലത്തുമൊക്കെ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള നീളമേറിയ പാതയാണ് ഗ്രാൻഡ് ട്രങ്ക്. ഏതാണ്ട് 2500 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ചരിത്രപാത. 2000 വർഷത്തിനു മുൻപ് മൗര്യ സാമ്രാജ്യത്തിന്റെ കാലത്തു തന്നെ സജീവമായിരുന്നു ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നാണ് ചരിത്രം. ആധുനിക ചരിത്രത്തിൽ ലാഹോറിനും അമൃത്സറിനുമിടയിലെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഭാഗമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. പാകിസ്ഥാനിലെ വൻ നഗരമായ ലാഹോറിലേക്ക് ദില്ലിയിൽ നിന്നും മുഗൾ ചക്രവർത്തിമാർ സഞ്ചരിച്ചിരുന്നതുവരെ ഈ പാതയിലൂടെയായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ പ്രദേശത്തെല്ലാം ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യ വിഭജിക്കപ്പെടുകയും അതോടൊപ്പം കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തപ്പോൾ തങ്ങളുടെ കൃഷിഭൂമിയും വീടുകളുമൊക്കെ ഉപേക്ഷിച്ച് അവരെല്ലാം വാഗ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യുകയാണ് ഉണ്ടായത്. അമൃത്സറിൽ വിഭജനകാലത്ത് 47% മുസ്ലിങ്ങളായിരുന്നു. അതുപോലെ ലാഹോറിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായിരുന്ന ഹിന്ദുക്കളും സിഖുകാരും ഈ വഴിയിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു. ഇരുഭാഗത്തേക്കുമുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തിനിടെ പലപ്പോഴും വലിയ ഏറ്റുമുട്ടലുകളുണ്ടായി. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഭൂമിയും വീടുമൊക്കെ പിന്നിലുപേക്ഷിച്ച് കയ്യിലെടുക്കാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ മാത്രമെടുത്ത് രക്ഷാസ്ഥാനത്തേക്ക് നീങ്ങുന്നവരായിരുന്നു അഭയാർത്ഥികൾ. അവർ ഭീകരമായ കൊള്ളയ്ക്ക് വിധേയരായി. ഇന്ത്യ വിഭജനകാലത്ത് ഏറ്റവും വിഷമം പിടിച്ച പ്രക്രിയയായിരുന്നു പഞ്ചാബിനെ കീറിമുറിക്കലെന്ന് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിന്ധു നദി മുതൽ ഡൽഹിയുടെ പ്രാന്തഭാഗം വരെ വ്യാപിച്ചു കിടന്ന അന്നത്തെ പഞ്ചാബ് ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠ പ്രദേശമായിരുന്നു. 17,392 ചെറുപട്ടണങ്ങളും ഗ്രാമങ്ങളുമായി കിടന്നിരുന്ന പഞ്ചാബിനെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വരുന്ന വിധം വിഭജിച്ചപ്പോൾ നൂറ്റാണ്ടുകളായി നിലനിന്ന ഒരു മഹാസംസ്കാരം തന്നെയാണ് വിഭജിക്കപ്പെട്ടത്. അഭിമാനികളും സമരവീര്യമുള്ളവരുമായ സിഖ് സമൂഹത്തെ രണ്ടായി വിഭജിച്ചതിലൂടെ 20 ലക്ഷം സിഖുകാർക്കാണ് തങ്ങൾ പൊന്നുവിളയിച്ചിരുന്ന ഭൂമി ഒറ്റ ദിവസം കൊണ്ട് ഉപേക്ഷിച്ചു പോകേണ്ടി വന്നത്. അതുകൊണ്ടുതന്നെ ഇന്ത്യ വിഭജനത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായങ്ങൾ നമുക്ക് പഞ്ചാബിലാണ് കാണാനാവുക. സിഖുകാരും മുസ്ലിങ്ങളുമായുണ്ടായ സംഘടനകൾ അതിഭീകരവും കാട്ടാളത്തം നിറഞ്ഞതുമായിരുന്നു. ഏതാണ്ട് 6 മാസത്തോളമാണ് കലാപങ്ങൾ നീണ്ടുനിന്നത്. തങ്ങൾക്കുള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് രക്ഷപ്പെടുന്നവരെ പിന്തുടർന്ന് പിടികൂടി പൈശാചികമാം വിധം വധിക്കുന്നതാണ് വിഭജനകാലത്ത് ഈ ഭൂമി കണ്ടത്. വിഭജന ചരിത്രം ഓർത്തിരിക്കെ കാർ വീണ്ടും അമൃത്സറിലേക്ക് എത്തിയിരിക്കുന്നു. ഗാന്ധി ഗേറ്റ് എന്ന ഈ കവാടം കടന്നെത്തുന്നത് ഹാൾ റോഡിലേക്കാണ്. ഹാൾ റോഡിലാണ് ഞാൻ താമസിക്കുന്ന റമദ ഹോട്ടൽ. 2 കിലോമീറ്ററാണ് ഹാൾ റോഡിന്റെ നീളം. അമൃത്സറിലെ വളരെ പുരാതനമായൊരു പാതയാണിത്. അമൃത്സറിന്റെ ഷോപ്പിംഗ് സ്ട്രീറ്റ്. 1870-ൽ ബ്രിട്ടീഷുകാർ ടൗൺ ഹാൾ നിർമ്മിച്ചതോടെയാണ് ഈ വഴിക്ക് ഹാൾ റോഡെന്നും ഇവിടുത്തെ മാർക്കറ്റിന് ഹാൾ ബസാർ എന്നുമൊക്കെ പേര് വന്നത്. ഇപ്പോഴും അമൃത്സറിന്റെ പ്രധാന ഷോപ്പിംഗ് സ്ട്രീറ്റ് തന്നെയാണിത്. ഇന്നൊരു അവധി ദിനമായതിനാൽ കടകൾ മിക്കതും അടഞ്ഞുകിടക്കുകയാണ്. അമൃത്സറിലെ സാധാരണക്കാരുടെ ബസാർ എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് ഹാൾ ബസാറിന്. വിലക്കുറവാണ് അതിൻ്റെ കാരണം. എന്നാൽ വൻ വിലയുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ നിരവധി ഷോറൂമുകളും ഹാൾ റോഡിന് ഇരുവശവുമുണ്ട്. പണ്ടുകാലം മുതലേ വാണിജ്യത്തിന് പേരുകേട്ട നഗരമാണ് അമൃത്സർ. അലക്സാണ്ടർ പഞ്ചാബ് കീഴടക്കിയ BC 326 കാലത്ത് ഗ്രീക്കുകാരുടെ സ്വാധീനത്താൽ ഈ പ്രദേശം വലിയൊരു കച്ചവട കേന്ദ്രമായി വളർന്നുവെന്നാണ് ചരിത്രം. കാർ റമദ ഹോട്ടലിന് മുന്നിലെത്തി. നേരം 7:30 ആയെങ്കിലും ഇരുട്ട് പരന്നിട്ടില്ല. അതിനാൽ മുറിയിലേക്ക് കയറേണ്ടെന്ന് തീരുമാനിച്ചു. ഇവിടെ ഇങ്ങനെയൊരു വാഹനമുണ്ട്. ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു റിക്ഷ. അതിൽ കയറി യാത്ര തുടങ്ങി. നഗരത്തിൻ്റെ ഇടുങ്ങിയ തെരുവുകളിൽ കൂടിയൊക്കെ ഒന്ന് പോകണം. അല്പം ഭക്ഷണം കഴിക്കുകയും വേണം. ഇങ്ങനെ കാണുമ്പോൾ സുന്ദരവും ശാന്തവുമായ തെരുവുകളാണിത്. എന്നാൽ ഏതു നേരവും സംഘർഷം മുറ്റിനിന്ന ഒരു കാലം ഈ നഗരത്തിനുണ്ടായിരുന്നു. 1970കളിലും 1980കളിലും. ജർണയിൽ സിംഗ് ഭീന്ദ്രൻവാല എന്ന വിഘടനവാദി നേതാവിൻ്റെ ഉദയത്തോടെയായിരുന്നു അമൃത്സർ സംഘർഷ കലുഷിതമായത്. അപ്രതീക്ഷിതമായുണ്ടാകുന്ന വെടിവെപ്പുകൾ,
ബോംബ് സ്ഫോടനങ്ങൾ. അമൃത്സറിൽ നിന്ന് ഒരാക്രമണമെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദിനങ്ങൾ അന്നുണ്ടായിരുന്നില്ല. ഭീന്ദരൻവാല എന്ന നാമം ഭീകരതയുടെ പ്രതീകമായി മാറിയത് അക്കാലത്താണ്. പഞ്ചാബിലെ DGP ആയിരുന്ന അവതാർ സിംഗ് അത്വാളിനെ സുവർണ ക്ഷേത്രത്തിൽ വെച്ച് ഭീകരർ വെടിവെച്ച് കൊന്നതോടെ അമൃത്സർ ആകെ ഭീതിയിലായിരുന്നു. വെടിയേറ്റ് വീണ DGPയുടെ ശരീരത്തിൽ സ്പർശിക്കാൻ അദ്ദേഹത്തിന്റെ സഹായികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും 2 മണിക്കൂർ നേരമാണ് കാത്തുനിന്നത്. ഭീന്ദരൻവാലയുടെ അനുമതി ലഭിക്കാതെ ആ ശരീരത്തിൽ തുടരുതെന്ന ഉഗ്രശാസനത്തെ തുടർന്നായിരുന്നു അത്. ഭയപ്പാടോടെയല്ലാതെ അക്കാലത്ത് ആളുകൾ ഈ വഴിയിലൂടെയൊന്നും സഞ്ചരിക്കുമായിരുന്നില്ല. ചില ദിവസങ്ങളിൽ നഗരം കർഫ്യൂവിലായിരിക്കും. സന്ധ്യയാവുന്നതോടെ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടക്കുന്നതായിരുന്നു അന്നത്തെ പതിവ്. കാശ്മീർ വാലിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഭീകര അന്തരീക്ഷമാണ് 80കളിൽ പഞ്ചാബിൽ, പ്രത്യേകിച്ച് അമൃത്സറിൽ നിലനിന്നിരുന്നത്. തെരുവിലൂടെ നടന്ന് ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള ഒരിടം കണ്ടുപിടിച്ചു. തെരുവിൻ്റെ ഒരു മൂലയിൽ കുറേ ആളുകൾ കൂടി നിൽക്കുന്നു. പഞ്ചാബി ആലു ടിക്കി എന്നൊരു വിഭവമാണ് ഇവിടെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു തരം കട്ട്ലറ്റാണ്. പരന്ന കല്ലിൽ നടുവിലൊഴിച്ച എണ്ണയിൽ വിഭവം വെന്തുകൊണ്ടിരിക്കുന്നു. ചുട്ടെടുത്ത ആലു ടിക്കി കല്ലിൻ്റെ വക്കത്ത് നിരത്തിവെച്ചിട്ടുണ്ട്. അമൃത്സറിലെ ഏറ്റവും പ്രശസ്തവും രുചികരവുമായ സ്ട്രീറ്റ് വിഭവമായാണ് ആലു ടിക്കി അറിയപ്പെടുന്നത്. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും മുളകും ഉപ്പുമൊക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ടിക്കിയിൽ ഉള്ളിയും മസാലയുമൊക്കെ ഇട്ട് 1 സ്പൂൺ കൂടി നൽകുന്നുണ്ട് കച്ചവടക്കാരൻ. സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകൾ തെരുവോരത്തു നിന്നും ഈ വിഭവം വാങ്ങുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ വഴിയോരത്തിരുന്ന് ആലു ടിക്കി കഴിക്കുന്നത് കാണാം. ഞാനും 2 ആലു ടിക്കി വാങ്ങി. നമ്മുടെ നാട്ടിലെ കട്ട്ലറ്റ് പോലെ ഒരു വിഭവം. അത് കഴിച്ച് തെരുവിലൂടെ നടത്തം തുടരുകയാണ്. തെരുവിൻ്റെ ഓരോ കോണിലുമുണ്ട് തനത് പഞ്ചാബി വിഭവങ്ങൾ ലഭിക്കുന്ന കടകൾ. കുൽഫിയാണ് ഇവിടെ വിൽപ്പന. ഇന്ത്യൻ ഐസ്ക്രീം എന്ന് യൂറോപ്പിൽ പേരിട്ടിരിക്കുന്ന വിഭവമാണ് കുൽഫി. പഞ്ചാബി കുൽഫി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ലഭിക്കുന്ന കുൽഫിയിൽ നിന്നും വ്യത്യസ്തമാണ്. പഞ്ചസാരയും സുഗന്ധവ്യഞ്ജനങ്ങളുമിട്ട് കുറുക്കിയെടുക്കുന്ന പാലാണ് കുൽഫിയുടെ പ്രധാന ഭാഗം. ഇത് കുമ്പിളുകളിൽ നിറച്ച് ഘനീഭവിപ്പിച്ചെടുക്കുന്നു. ഇവിടെ കുൽഫി കച്ചവടത്തിൽ വൃത്തി കാണുന്നില്ല. മുറിച്ച കുൽഫിക്കൊപ്പം അല്പം നൂഡിൽസ് കൂടി വാരിയിടുന്നു. അരികൊണ്ടുള്ള നൂഡിൽസാണ്. പിന്നെ അതിലൽപ്പം പഞ്ചസാര പാവു കൂടി തൂവുന്നു. പഞ്ചാബി കുൽഫി റെഡി. ഇതിന് നല്ല ഡിമാൻഡാണ് ഇവിടെ. കുൽഫി തയ്യാറാക്കുന്നവന് വിശ്രമമില്ലാത്ത വിധം പ്ലേറ്റുകൾ കുൽഫിയുമായി നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. 1950 മുതൽ പ്രവർത്തിച്ചു വരുന്ന കടയാണിത്. അന്നത്തെ ശൈലിയിലുള്ള പോസ്റ്ററൊക്കെ ഇപ്പോഴും ചുവരിലുണ്ട്. ഇവിടെ നിന്നും ഒരു കുൽഫി കൂടി വാങ്ങിക്കഴിച്ചു. അത്താഴം പൂർണ്ണമായി. കുൽഫിയുടെ കുറേ കടകൾ ഇവിടെയുണ്ട്. തെരുവിൽ പല പല കച്ചവടക്കാർ. അവർക്കിടയിലൂടെ നടത്തം തുടരുന്നു. 80കളിൽ ആളുകൾ ഭയപ്പാടോടെ മാത്രം നടന്നിരുന്ന വഴികൾ. ഏതാണ്ട് 1.5 ദശാബ്ദക്കാലമാണ് ഖാലിസ്ഥാൻ വിഘടനവാദം അമൃത്സറിനെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയത്. ഇടവഴികളും ചെറുകെട്ടിടങ്ങളുമൊക്കെ അന്ന് ഭീകരരുടെ വിഹാര കേന്ദ്രങ്ങളായിരുന്നു. അമൃത്സറിലെ ഒരു വിഭാഗം ആളുകളുടെ പിന്തുണയും സഹായവും അവർക്കുണ്ടായിരുന്നു താനും. എങ്കിലും ഭൂരിഭാഗം ആളുകളും ഭീതിയോടെയാണ് അന്ന് ഇവിടെ വസിച്ചിരുന്നത്. KPS ഗിൽ എന്ന ഉദ്യോഗസ്ഥൻ പഞ്ചാബിൻ്റെ DGPയായി വന്നതോടെയാണ് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ മുറിവുകൾ ഉണങ്ങും മുൻപ് 1988 ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിലൂടെ സുവർണക്ഷേത്രത്തിൽ നിന്നും ഒരിക്കൽ കൂടി ഭീകരരെ തുരത്തിയ ഗിൽ പഞ്ചാബിൻ്റെ ഹീറോയായി മാറുകയായിരുന്നു. ഈ വൃദ്ധരൊക്കെ ആ ദിനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാകാം. അമൃത്സറിൻ്റെ തെരുവുകളിൽ ഭീകരർ സ്വൈര്യവിഹാരം നടത്തിയിരുന്ന കാലത്താണ് ഗിൽ ഇവിടെ പോലീസ് മേധാവിയാകുന്നത്. തൻ്റെ മുൻഗാമിക്ക് സുവർണക്ഷേത്രത്തിലുണ്ടായ ദാരുണ അന്ത്യമോർത്ത് ഭയക്കാതെ ഭീകരരെ അവരുടെ മാളത്തിലെത്തി തുരത്തുന്നതിനാണ് ഗിൽ നേതൃത്വം നൽകിയത്. ഒടുവിൽ പഞ്ചാബിൻ്റെ വിഘടനവാദ പ്രശ്നങ്ങൾ സാവധാനം കെട്ടടങ്ങുകയായിരുന്നു. അങ്ങനെ അമൃത്സറിലും ജീവിതം സാധാരണഗതിയിലായി. ഒട്ടേറെ കലാപങ്ങളും ചോരപ്പുഴകളും കണ്ട തെരുവുകളിലൂടെ അങ്ങനെ രാവേറെ ചെല്ലുവോളം ഞാൻ നടന്നു. അതൊരനുഭവം തന്നെയാണ്. അലക്സാണ്ടറുടെ കാലം മുതൽ പടയോട്ടങ്ങളും സംഘർഷങ്ങളും സമരങ്ങളും ഏറെ കണ്ട നാട്. വീണ്ടും റമദ ഹോട്ടലിലേക്ക്.
നേരം പാതിരാവായിരിക്കുന്നു. പുറത്തെ ചൂടിൽ നിന്ന് ഹോട്ടലിൻ്റെ ആഡംബരത്വമാർന്ന തണുപ്പിലേക്ക് ഉറക്കത്തിനായി മുറിയിലേക്ക് നടക്കുകയാണ്. നാളെ അതിരാവിലെ യാത്ര തുടരേണ്ടതുണ്ട്. അമൃത്സറിൻ്റെ കാഴ്ചകൾ ഇനി അധികമില്ല. ഹിമാചൽ പ്രദേശിലേക്കാണ് നാളത്തെ യാത്ര. അതിനു മുൻപ് ഇനിയൊരു വിശ്രമം.